നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം. കേസ് ഇഴഞ്ഞു നീങ്ങിയത് ഉന്നതരുടെ ഇടപെടൽ മൂലമെന്ന് ആരോപണം. KCEU സംസ്ഥാന കൗൺസിൽ ശനിയാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. സമൂഹമാധ്യമങ്ങളിൽ റീച്ച് കിട്ടുവാനായി നടത്തിയ പ്രകടനം കലാശിച്ചത് തീപിടുത്തത്തിലും. മഞ്ചേശ്വരത്തെ യുവാക്കൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വലിയപറമ്പ് പഞ്ചായത്തിൽ ഒരുക്കിയ സുനാമി മോക്ക് ഡ്രിൽ ശ്രദ്ധേയമായി. മോക്ക് ഡ്രിൽ വീക്ഷിക്കുവാനെത്തിയത് ആയിരങ്ങൾ. AK സുരേഷിന്റെ നിര്യാണത്തിൽ മാവുങ്കാലിൽ സർവകക്ഷി അനുസ്മരണ യോഗം ചേർന്നു. യോഗത്തിൽ നിരവധി പേർ അനുശോചനം അറിയിച്ചു. ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കുമ്പളയിൽ ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കി. പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് ഇഴഞ്ഞു നീങ്ങിയത് ഉന്നതരുടെ ഇടപെടൽ മൂലമെന്ന് ആരോപണം. ദുർമന്ത്രവാദത്തിലൂടെ ലഭിക്കുന്ന പണം ജിന്നുമ്മ ആഡംബര വീട് നിർമ്മിക്കുന്നതിനുൾപ്പെടെ ചിലവഴിച്ചതായുള്ള വിവരമാണ് പുറത്തുവരുന്നത്. ഇതിനിടെ ബാക്കി സ്വർണം കൂടി കണ്ടെത്തുന്നതിനും മറ്റ് തെളിവെടുപ്പുകൾക്കുമായി ജിന്നുമ്മയെയും കൂട്ടുപ്രതികളെയും വീണ്ടും കസ്റ്റഡിയിൽ വിട്ടുകിട്ടുവാൻ കോടതിയിൽ അപേക്ഷ നൽകുവാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ഗഫൂർ ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പിടിയിലായ ജിന്നുമ്മ എന്ന ഷെമീനയ്ക്കും ഭർത്താവ് ഉബൈസിനും ഉന്നതരുമായി ബന്ധമുണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ദുർമന്ത്രവാദത്തിലൂടെയും തട്ടിപ്പിലൂടെയും ലഭിക്കുന്ന തുക ഉപയോഗിച്ച് കൊട്ടാര സദൃശ്യമായ വീട് നിർമ്മിച്ചതായും പണമുപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചതായുമുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. വീട്ടിൽ പല പ്രമുഖർ എത്താറുണ്ടെന്നും ജിന്നുമ്മയ്ക്ക് വ്യവസായികളും രാഷ്ട്രീയ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്നും പരിസരവാസികൾ നൽകുന്ന വിവരങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഇതിനിടെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ജിന്നുമ്മയുടെ വീട് സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. കളനാട് ഒരു പള്ളി ഉദ്ഘാടനത്തിനെത്തി തിരിച്ചു പോകുമ്പോൾ ഇവിടെ ഹ്രസ്വ സന്ദർശനം നടത്തിയെന്നാണ് ഇതിൽ ബന്ധപ്പെട്ടവർ നൽകുന്ന വിശദീകരണം. പ്രസ്ഥാനവുമായി സഹകരിക്കുന്ന ചിലർ ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു സന്ദർശനമെന്നും മറ്റ് വ്യാഖ്യാനങ്ങൾ കണ്ടെത്തേണ്ടതില്ലെന്നും AP വിഭാഗം സമസ്ത വ്യക്തമാക്കിയിട്ടുണ്ട്. ഗഫൂർ ഹാജിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിന്റെ തെളിവെടുപ്പിനിടെ അന്വേഷണ സംഘം 113 പവൻ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. കാസർകോട്ടെ 3 ജ്വല്ലറികളിൽ നിന്നും ചട്ടഞ്ചാലിനടുത്തെ സഹകരണ സ്ഥാപനത്തിൽ നിന്നുമാണ് സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തത്. ഗഫൂർ ഹാജിയിൽ നിന്നും 596 പവനാണ് മന്ത്രവാദ സംഘം തട്ടിയെടുത്തത്. അതേസമയം അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന DCRB DYSP KJ ജോൺസൺ മറ്റൊരു കൊലപാതക കേസിന്റെ വിചാരണയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്താണുള്ളത്. അദ്ദേഹം തിരിച്ചെത്തിയ ശേഷം കൂടുതൽ തെളിവെടുപ്പിനായി 4 പ്രതികളെയും വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുവാൻ കോടതിയെ സമീപിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള സഹകരണ എംപ്ലോയീസ് യൂണിയൻ KCEU സംസ്ഥാന കൗൺസിൽ ശനിയാഴ്ച ചെർക്കള മാക്സ് ഓഡിറ്റോറിയത്തിൽ നടക്കും. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള സഹകരണ എംപ്ലോയീസ് യൂണിയൻ KCEU സംസ്ഥാന കൗൺസിൽ ശനിയാഴ്ച ചെർക്കള IMAX ഓഡിറ്റോറിയത്തിലെ P രാഘവൻ നഗറിൽ നടക്കും. രാവിലെ 9:30 CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. KCEU സംസ്ഥാന പ്രസിഡന്റ് PM വഹീദ അധ്യക്ഷത വഹിക്കും. ജനറൽ സെക്രട്ടറി NK രാമചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. 41,969 അംഗങ്ങളുള്ള യൂണിയനിൽ നിന്നും തെരഞ്ഞെടുത്ത 300 പ്രതിനിധികൾ കൗൺസിലിനെത്തും. സഹകരണ മേഖലയെയും അതുപോലെ തന്നെ ജീവനക്കാരെയും ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ വർത്തമാന കാലഘട്ടത്തിൽ സഹകരണ മേഖല അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളും ഈ സംസ്ഥാനതല കൗൺസിലിൽ ചർച്ചാ വിഷയമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൗൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സഖാവ് എളമരം കരീമാണ്. അതുപോലെ തന്നെ ആ പരിപാടിയിൽ യൂണിയൻ്റെ സംസ്ഥാന നേതാക്കന്മാർ പങ്കെടുക്കും. സംഘാടക സമിതി വൈസ് ചെയർമാൻ TMA കരീം, കൺവീനർ KV വിശ്വനാഥൻ, KCEU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P ജാനകി, B മോഹനൻ, KV രമേശൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
റീൽസ് ഹിറ്റാകണമെങ്കിൽ വെറൈറ്റി വേണം. ഇതിനായി കാസർകോട്ടെ ഒരു കൂട്ടം യുവാക്കളാകട്ടെ ഒരു താർ വാഹനമെടുത്ത് വലിയൊരു അഭ്യാസ പ്രകടനം തന്നെ അങ്ങ് നടത്തി. എന്നാൽ റീച്ച് കിട്ടുവാനായി നടത്തിയ പ്രകടനം കലാശിച്ചതോ തീപിടുത്തത്തിലും. മൈതാനത്ത് നിന്ന് കത്തിയ ജീപ്പിൽ നിന്നും യുവാക്കൾ തലനാരിഴയ്ക്കാണ് പൊള്ളലേൽക്കാതെ രക്ഷപ്പെട്ടത്. റീൽസ് ചെയ്യുന്നതിനായി വെറൈറ്റി തേടി പോകുന്ന തിരക്കിലാണ് യുവാക്കൾ. മറ്റുള്ളവരിടുന്നതിനേക്കാൾ മികച്ച വീഡിയോ ചെയ്യുന്നതിനായി എന്ത് സാഹസത്തിനും ഇവർ തയ്യാറുമാണ്. വെറൈറ്റിക്കായി കാസർകോട്ടെ ഒരു കൂട്ടം യുവാക്കൾ താർ വാഹനമെടുത്ത് നടത്തിയ അഭ്യാസ പ്രകടനം വാഹനം തീപിടിക്കുന്നതിലേക്ക് തന്നെ നയിച്ചു. റീൽസിനായി രജിസ്ട്രേഷൻ പോലുമാകാത്ത പുത്തൻ താർ അമിത വേഗതയിൽ മൈതാനത്തിൽ വട്ടം കറക്കി അഭ്യാസ പ്രകടനം നടത്തിയതിന് പിന്നാലെ വാഹനത്തിന് തീപിടിക്കുകയായിരുന്നു. ആദ്യം താറിൻ്റെ ബോണറ്റിൽ നിന്നും പുക ഉയരുകയും പിന്നാലെ തീപിടിക്കുകയും പിന്നീട് വാഹനം നിന്ന് കത്തുകയുമായിരുന്നു. ജീപ്പിലുണ്ടായിരുന്ന യുവാക്കൾ പൊള്ളലേൽക്കാതെ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ ബന്ദിയോട് പച്ചമ്പളയിലായിരുന്നു സംഭവം നടന്നത്. ഹൊസങ്കടി സ്വദേശിനിയായ യുവതിയുടെ പേരിലാണ് ഈ വാഹനം വാങ്ങിയിരുന്നത്. ഏതാനും യുവാക്കൾ ഈ താറുമായി മൈതാനത്തിലെത്തുകയും അഭ്യാസ പ്രകടനം നടത്തുകയുമായിരുന്നു. വിവരമറിഞ്ഞ് ഉപ്പളയിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തിയാണ് വാഹനത്തിലെ തീ കെടുത്തിയത്. വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ആരും പോലീസിൽ പരാതി നൽകിയിട്ടില്ലെങ്കിലും ഇതേക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് കുമ്പള പോലീസ് അറിയിച്ചു. മോട്ടോർ വാഹന വകുപ്പും സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതായി വിവരമുണ്ട്. അപകടകരമായ രീതിയിൽ വാഹനമോടിക്കുന്നത് കുറ്റകരമാണെങ്കിലും പലപ്പോഴും പരാതിയില്ലാത്തതിനാൽ കേസ് നടപടികളിലേക്ക് കടക്കാറില്ല. ഇതുതന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുവാനുള്ള കാരണവും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പ്രകടനം നടത്തിയത്. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി കാസർഗോഡ് മെർച്ചന്റ്സ് അസോസിയേഷൻ കാസർഗോഡ് നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി.എ. ഇല്യാസ്, ജനറൽ സെക്രട്ടറി കെ. ദിനേശ്, ട്രഷറർ നെഹീം അങ്കോള, യൂണിറ്റ് ജില്ലാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷേധത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ടൗണിൽ ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കി. ഓട്ടോ സ്റ്റാൻഡ് അനുവദിക്കണമെന്നതടക്കമുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പണിമുടക്ക്. പണിമുടക്കിയ തൊഴിലാളികൾ കുമ്പള പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഐക്യ ട്രേഡിംഗ് യൂണിയന്റെ നേതൃത്വത്തിൽ കുമ്പള ടൗണിൽ ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കി. ഓട്ടോ സ്റ്റാൻഡ് വിപുലീകരിക്കുക, സൂചനാ ബോർഡ് സ്ഥാപിക്കുക, വ്യാപാരികളുടെ ധിക്കാരമായ നടപടികളെ എതിർക്കുക, നിയമപരമായ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ പണിമുടക്കിയത്. പണിമുടക്കിയ തൊഴിലാളികൾ കുമ്പള പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. STO സംസ്ഥാന പ്രസിഡന്റ് ഷെരീഫ് കൊടവഞ്ചി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വലിയ വലിയ കാറുകളുള്ളവരും വലിയ പണക്കാരും വ്യാപാര സ്ഥാപനത്തിലേക്ക് ഇവിടെ വലിയ വ്യാപാര സ്ഥാപനങ്ങളായിരിക്കും പോവുക, മംഗലാപുരത്തേക്കോ മറ്റോ ആയിരിക്കും പോവുക. ഈ പ്രാദേശിക തലത്തിൽ ഈ കുമ്പളയിലെ, ഈ ആരിക്കാടിയിലെ, ഈ മൊഗ്രാലിലെ, ഈ മേഖലയിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും കച്ചവടത്തിന് വരുന്നത് ഏറ്റവും അടിസ്ഥാന വർഗത്തിൽപ്പെട്ട പാവപ്പെട്ടവരാണ്. അവർക്ക് ഈ ഓട്ടോറിക്ഷയിലൂടെ മാത്രമേ വരാൻ കഴിയുള്ളൂ. ഞങ്ങളെ ദൂരത്താക്കിയല്ല വേണ്ടത്. ഞങ്ങളുടെ കടയുടെ തൊട്ട് മുമ്പിൽ ഓട്ടോ ഡ്രൈവർമാരെ നിങ്ങൾ സ്റ്റാൻഡ് വെച്ചോളൂ എന്ന് ഞങ്ങളെ വിളിച്ചവിടെ ഒപ്പിക്കേണ്ടതാ വേണ്ടത്. ഞങ്ങളെ കാണുമ്പോ പുച്ഛത്തോടു കൂടി ആട്ടി ഓടിക്കുന്ന വ്യാപാരികളോട് പറയാനുള്ളത്, നിങ്ങളുടെ കടക്ക് നിങ്ങൾ തന്നെ കത്തിവെക്കുകയാണ് എന്നതാണ്. CITU ജില്ലാ കമ്മിറ്റി അംഗം റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. BMS നേതാവ് ബോജൻ സ്വാഗതം പറഞ്ഞു. അലിഭായ്, നൌഷാദ്, ബോജൻ, അബ്ബാസ്, നിസാം എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ഓട്ടോ സ്റ്റാൻഡ് അനുവദിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ നിരന്തരം പഞ്ചായത്ത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്നാണ് മാർച്ച് സംഘടിപ്പിച്ചതെന്നും ആവശ്യം അംഗീകരിക്കാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ഐക്യ ട്രേഡ് യൂണിയൻ അംഗങ്ങൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് നെല്ലിക്കുന്ന് അൻവാറുൽ ഉലൂം UP സ്കൂളിൽ വൻ തിമിംഗലം. ചുറ്റും കൂടി നിന്ന് കൗതുകത്തോടെയാണ് വിദ്യാർത്ഥികൾ തിമിംഗലത്തെ നോക്കിക്കണ്ടത്. നീല നിറത്തിൽ വെള്ളപ്പുള്ളികളോടുകൂടിയ ഭീമൻ തിമിംഗലത്തെയാണ് കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത്. തിമിംഗലങ്ങളെ സംരക്ഷിക്കുന്നതിനായുള്ള ബോധവൽക്കരണ ക്ലാസുകളുടെ ഭാഗമായാണ് കാസർഗോഡ് നെല്ലിക്കുന്ന് അൻവാറുൽ ഉലൂം UP സ്കൂളിൽ വൻ തിമിംഗലത്തെ എത്തിച്ചത്. നീല നിറത്തിൽ വെള്ളപ്പുള്ളികളോടുകൂടിയ ഒറിജിനൽ തിമിംഗലം പോലും തോറ്റുപോകുന്ന ഭീമൻ തിമിംഗലത്തെയാണ് കുട്ടികൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത്. സമുദ്ര ആവാസ വ്യവസ്ഥയെ തുലനപ്പെടുത്തുന്നതിന് പ്രകൃതി തന്നെ നിയോഗിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മീനാണ് തിമിംഗല സ്രാവുകൾ. വലിയ ശരീരവും വീതിയേറിയ മുഖവുമുണ്ടെങ്കിലും പല്ലുകളില്ലാത്ത ഇവ ഭീകരജീവികളല്ലെന്ന് തിമിംഗല സ്രാവുകളുടെ സംരക്ഷകരായ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരും ഗവേഷകരും പറയുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഇവയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 7 വർഷമായി കുട്ടികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ബോധവൽക്കരണ ക്ലാസുകൾ നൽകി വരുന്നുണ്ട്. കടലിൽ തിറ്റ തേടിയെത്തുന്ന ഇവ അബദ്ധത്തിൽ വലയിൽ കുടുങ്ങിയോ തിരയിൽപ്പെട്ടോ തീരഭാഗത്ത് എത്തിപ്പെടാറുണ്ട്. ഇവയെ രക്ഷപ്പെടുത്തുവാൻ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള അജിത് ശംഖുമുഖമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായി എത്തുന്നത്. കുട്ടികൾക്കുള്ള ക്ലാസ് നൽകുന്നതും ഇദ്ദേഹം തന്നെയാണ്. മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയ ഇത്തരത്തിലുള്ള 28 തിമിംഗല സ്രാവുകളെ ഈ ബോധവൽക്കരണ ക്ലാസിൻ്റെ ഭാഗമായി രക്ഷപ്പെടുത്തി തിരികെ കടലിൽ വിടുന്നുണ്ട്. അൻവാറുൽ ഉലൂം UP സ്കൂളിലെ കുട്ടികൾക്ക് ഇക്കാര്യങ്ങൾ അറിയുന്നതിനുള്ള വേദിയായും ഈ ബോധവൽക്കരണ പരിപാടി മാറി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബീഡി തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. കാസർഗോഡ് LIC ഓഫീസിൽ നിന്നും ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു. ദേശീയ മിനിമം കൂലി നടപ്പിലാക്കുക, ബീഡി സിഗാർ നിയമവും ക്ഷേമനിധിയും പുനഃസ്ഥാപിക്കുക, ക്ഷേമനിധി ബോർഡിൽ എല്ലാ യൂണിയൻ പ്രതിനിധികളെയും ഉൾപ്പെടുത്തുക, പുകയില നിരോധന നിയമം കാരണം ജോലി നഷ്ടപ്പെടുന്നവർക്ക് സാമ്പത്തിക സഹായമോ ജോലിയോ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബീഡി തൊഴിലാളി യൂണിയൻ CITU-വിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. കാസർഗോഡ് LIC ഓഫീസിൽ നിന്നും ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചിൽ നിരവധി പേർ അണിനിരന്നു. മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CITU ജില്ലാ സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 1968 ബീഡി സിഗാർ നിയമം ഇന്ത്യ രാജ്യത്ത് നടപ്പാക്കിയത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ആ നിയമം നടപ്പാക്കിയതിനു ശേഷം ഇന്ത്യ രാജ്യത്ത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഘട്ടങ്ങളായിട്ട് പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ആനുകൂല്യങ്ങളെല്ലാം പ്രഖ്യാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആനുകൂല്യം പ്രഖ്യാപിക്കാനുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തത് ഒട്ടേറെ സമരത്തിന്റെ ഒക്കെ ഫലമായിട്ടാണ്. അങ്ങനെ സമരം നടത്തി ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ച് ആ ഉള്ള നിലവിലുള്ള ആനുകൂല്യങ്ങൾ ഓരോ കാലത്തിനനുസരിച്ച് കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് മാറ്റം വരുത്തി പുതുതായിട്ടുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് പകരം നിലവിലുള്ള ആനുകൂല്യങ്ങൾ പോലും നൽകാതെ യാതൊരു രീതിയിലുള്ള പരിരക്ഷയും അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് നൽകേണ്ടതില്ല എന്നുള്ള സമീപനമാണ് BJP-യുടെ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ബീഡി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ളത്. യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് C. സുശീല അധ്യക്ഷത വഹിച്ചു. താലൂക്ക് സെക്രട്ടറി A. നാരായണൻ സ്വാഗതം പറഞ്ഞു. M. സരോജിനി, KV ഗോപി, M. പത്മാവതി, ഓമന, ശാന്ത, രുക്മിണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും ഇൻകോയിസും സംയുക്തമായി പഞ്ചായത്തിലെ 10ാം വാർഡിലൊരുക്കിയ സുനാമി മോക്ക് ഡ്രിൽ ശ്രദ്ധേയമായി. ദുരന്തമുണ്ടായാൽ ഏത് തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്താമെന്നതിന്റെ നേർക്കാഴ്ചയായി നടന്ന മോക്ക് ഡ്രിൽ വീക്ഷിക്കുവാനായി 1000-ഓളം ആളുകൾ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. കടലിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്ന യുവാവിനെ അഗ്നിരക്ഷാ സേനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും പോലീസും ചേർന്ന് രക്ഷിച്ച് കരയ്ക്കെത്തിക്കുന്നു. അപ്പോഴേക്കും കൂടുതൽ അഗ്നിരക്ഷാ സേനാംഗങ്ങളും വോളണ്ടിയർമാരും എത്തി ചീറിപ്പാഞ്ഞെത്തിയ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്നു. സുനാമി മുന്നറിയിപ്പ് നൽകി വാഹനത്തിൽ അനൗൺസ്മെന്റ് മുഴങ്ങുന്നു. കടലോരവാസികൾ വലിയ ജാഗ്രതയിൽ സുരക്ഷിതമായ വീടുകളിലേക്കും പ്രധാന റോഡിലേക്കുമായി ഓടിക്കയറുന്നു. വ്യാഴാഴ്ച വൈകുന്നേരം വലിയപറമ്പ് 12-ൽ ബീച്ച് റോഡിലും പരിസരത്തുമായി നാട്ടുകാരെ ഉത്കണ്ഠപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു ഉണ്ടായത്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും വലിയപറമ്പ് ഗ്രാമപഞ്ചായത്തും ഇൻകോയ്സും സംയുക്തമായി പഞ്ചായത്തിലെ 10ാം വാർഡിലൊരുക്കിയ സുനാമി മോക്ക് ഡ്രിൽ ആയിരുന്നു അരങ്ങേറിയതെന്ന് ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാനായിരുന്നില്ല.
കടപ്പുറത്ത് നിന്നും നിരവധി ആംബുലൻസിൽ ആളുകളെ കയറ്റി പടന്ന കടപ്പുറം ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന രക്ഷാപ്രവർത്തനമാണ് നേരത്തെ തയ്യാറാക്കിയ രീതിയിൽ നടന്നത്. വാഹന അനൗൺസ്മെന്റ് വന്നതോടെ ആളുകളെ കൂട്ടത്തോടെ കടലോരത്ത് നിന്നും വീടുകളിൽ നിന്നുമായി ഒഴിപ്പിച്ചതും അതുവഴി വന്നവർക്ക് ആദ്യാനുഭവമായി. 100-ലധികം ആളുകളെ ഒഴിപ്പിച്ച് ബീച്ചാരക്കടവ് മദ്രസയിലെ ക്യാമ്പിലെത്തിക്കുകയായിരുന്നു. ചന്ദേര പോലീസ്, അഗ്നിരക്ഷാസേന, തൃക്കരിപ്പൂർ തീരദേശ പോലീസ്, റവന്യൂ, മോട്ടോർ വെഹിക്കിൾ വിഭാഗം, ഫിഷറീസ്, ആരോഗ്യവകുപ്പ്, അഗ്നിരക്ഷാ റെസ്ക്യൂ ടീം, ആപദാമിത്ര വോളണ്ടിയേഴ്സ്, പഞ്ചായത്ത് ദുരന്ത നിവാരണ സേനാംഗങ്ങൾ എന്നിവർ ആളുകളെ ഒഴിപ്പിക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. 1000-ഓളം ആളുകൾ മോക്ക് ഡ്രിൽ വീക്ഷിക്കുന്നതിനായി വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. സബ് കളക്ടർ പ്രദീപ് ജെയിൻ, ADM P അഖിൽ, ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്ത്, SIമാർ തുടങ്ങി നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ, ജില്ലാ ഫയർ ഓഫീസർ B രാജ്, കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ പവിത്രൻ തുടങ്ങിയ ഉദ്യോഗസ്ഥർ ക്യാമ്പ് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. സിവിൽ ഡിഫൻസ് ആപദാമിത്ര കോർഡിനേറ്റർമാരായ K വിനീഷ് കുമാർ, K ഗോപി ഉൾപ്പെടെ വിവിധ വിഭാഗങ്ങളിലുള്ളവരും, പഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ, വൈസ് പ്രസിഡന്റ് P ശ്യാമള, പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, വലിയപറമ്പ് വില്ലേജ് അധികൃതർ, ആരോഗ്യവകുപ്പിലെ ജീവനക്കാർ ഉൾപ്പെടെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി. ഒരു ദുരന്തമുണ്ടായാൽ ഏത് തരത്തിൽ എങ്ങനെ രക്ഷാപ്രവർത്തനം നടത്താമെന്നതിന്റെ നേർക്കാഴ്ചയായിരുന്നു മോക്ക് ഡ്രിൽ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലയിലെ തീരദേശ പഞ്ചായത്തുകളിലെ അയൽക്കൂട്ട അംഗങ്ങളെ പങ്കെടുപ്പിച്ച് 3 ദിവസങ്ങളിലായി വലിയപറമ്പിൽ നടത്തുന്ന തീരസംഗമത്തിന് തുടക്കമായി. 3 ദിവസം നീളുന്ന തീരസംഗമം വെള്ളിയാഴ്ച രാവിലെ വലിയപറമ്പ് പാലം പരിസരത്ത് നിന്നും കുടുംബശ്രീ പ്രവർത്തകരുടെ ഘോഷയാത്രയോടെയാണ് തുടക്കമിട്ടത്. തീരദേശ മേഖലയിലെ അയൽക്കൂട്ടങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നതിനും വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന വലിയപറമ്പിന്റെ ടൂറിസം സാധ്യത വിലയിരുത്തി കുടുംബശ്രീ നേതൃത്വത്തിൽ 100ഓളം ഹോം സ്റ്റേകൾ ഒരുക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് തീരസംഗമം നടക്കുന്നത്. ഒരുമയുടെ തീരസംഗമത്തിൽ തൃക്കരിപ്പൂർ, പടന്ന, വലിയപറമ്പ്, അജാനൂർ, പള്ളിക്കര, ഉദുമ, ചെമ്മനാട്, കുമ്പള, മംഗൽപാടി, മഞ്ചേശ്വരം പഞ്ചായത്തുകളിലെയും കാസർഗോഡ് നഗരസഭയിലെയും 2000-ൽ പരം കുടുംബശ്രീ അംഗങ്ങളാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത്. വലിയപറമ്പ് കോർണിഷ് ബീച്ചിൽ ഒരുക്കിയ തീരസംഗമം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV സജീവൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H ദിനേശൻ മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഹോം സ്റ്റേ സംരംഭം ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ TT സുരേന്ദ്രൻ പദ്ധതി വിശദീകരിച്ചു. കാസർഗോഡ് നഗരസഭാ അധ്യക്ഷൻ അബ്ബാസ് ബീഗം, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ D ഹരിദാസ്, വലിയപറമ്പ് CDS അധ്യക്ഷ EK ബിന്ദു, ജീൻ ലെവീനോ മൊന്തേറോ, റുബീന നൌഫൽ, VK ബാവ, താഹിറ യൂസഫ്, സുഫൈജ അബൂബക്കർ, P ലക്ഷ്മി, T ശോഭ, M കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. സംഗമത്തിന്റെ ഭാഗമായി കുടുംബശ്രീ എന്ന വിഷയത്തിൽ സെമിനാറും ലഹരിമുക്ത ക്ലാസും സിനിമാ പ്രദർശനം, കുടുംബശ്രീ CDS അംഗങ്ങൾ അവതരിപ്പിച്ച കലാസന്ധിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പബ്ലിക് സർവന്റ് സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സീനിയർ അപ്രൈസർ K കേശവാചാര്യയ്ക്ക് യാത്രയയപ്പ് നൽകി. സംഘം പ്രസിഡന്റ് K രാഘവൻ മാസ്റ്റർ ഉപഹാരം നൽകി ആദരിച്ചു. കാസർഗോഡ് പബ്ലിക് സർവന്റ് സഹകരണ സംഘത്തിൽ നിന്നും റിട്ടയർ ചെയ്ത സീനിയർ അപ്രൈസർ K കേശവാചാര്യയ്ക്ക് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് സംഘടിപ്പിച്ചു. സംഘം പ്രസിഡന്റ് K രാഘവൻ മാസ്റ്റർ ഉപഹാരം നൽകി ആദരിച്ചു. ഇന്നലെ ജീവിച്ച പോലെ ഇന്ന് ജീവിക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള ആശങ്കയിലാണ് അന്ന് ആ കാലഘട്ടങ്ങളിലെല്ലാം സർവീസിൽ നിന്ന് വിരമിച്ച് നമ്മുടെ ജീവനക്കാരും അധ്യാപകരായാലും വിരമിച്ചു പോകുന്നു. ചരിത്രം അതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം അത് ഏത് മേഖലയിൽ നിന്നാലും മുൻകാലങ്ങളിലൊക്കെ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ വലിയ പ്രാരംഭം ഉണ്ടായിരിക്കും. മുൻപ് വലിയൊരു കുടുംബം ഉണ്ടായിരിക്കും, നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ കുടുംബം, അതോടൊപ്പം നമ്മുടെ വീട്ടിലെ മക്കൾ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാം ഉണ്ടാവും. റിട്ടയറായി ഇപ്പോൾ 55 വയസ്സോ 60 വയസ്സോ ആയി റിട്ടയർ ചെയ്യുമ്പോൾ K രാഘവൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ K വിനോദ്, ഇന്ദുലേഖ V, ലസിത NK, B രാധാകൃഷ്ണൻ, രാജ്കുമാർ ഭാവിക്കര, P വിനയകുമാർ, K രവീന്ദ്രൻ, ബിന്ദു V, K പ്രസന്ന എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. K കേശവാചാര്യ മറുപടി പ്രസംഗം നടത്തി. രാഘവൻ വെള്ളിപ്പാടി സ്വാഗതവും V വിനോദ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
AITUC വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി. വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയാണ് തൃക്കരിപ്പൂർ നടക്കാവിൽ ജില്ലാതല പര്യടനം പൂർത്തിയാക്കിയത്. തൊഴിൽ മേഖലകളിൽ അഭിമുഖീകരിക്കുന്ന തൊഴിലാളികളുടെ വിവിധ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച് തൊഴിൽ സുരക്ഷിതത്വവും അവകാശവും ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ട് AITUC നേതൃത്വത്തിൽ നടത്തുന്ന പ്രക്ഷോഭ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം പൂർത്തീകരിച്ച് കണ്ണൂർ ജില്ലയിലേക്ക് കടന്നു. AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് നയിക്കുന്ന ജാഥ നടക്കാവിലാണ് സമാപിച്ചത്. സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥ ലീഡർ TJ ആഞ്ചലോസ്, വൈസ് ക്യാപ്റ്റൻ KK അഷ്റഫ്, ഡയറക്ടർ KG ശിവാനന്ദൻ, ജാഥാംഗങ്ങളായ P സുബ്രഹ്മണ്യൻ, വിജയൻ കുനിശ്ശേരി, KV കൃഷ്ണൻ, CK ശശിധരൻ, ചെങ്ങറ സുരേന്ദ്രൻ, താവം ബാലകൃഷ്ണൻ, KC ജയപാലൻ, K മല്ലിക, എലിസബത്ത് അസീസി, AITUC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് KS കുര്യാക്കോസ്, ജനറൽ സെക്രട്ടറി T കൃഷ്ണൻ, P വിജയകുമാർ എന്നിവർ സംസാരിച്ചു. കാലിക്കടവിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥയെ നടക്കാവിലേക്ക് സ്വീകരിച്ചത്. സ്വീകരണ യോഗത്തിൽ സംഘാടക സമിതി ചെയർമാൻ M ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. കൺവീനർ CV വിജയരാജ് സംസാരിച്ചു. വിവിധ ഘടക യൂണിയനുകൾക്ക് വേണ്ടി ജാഥ ക്യാപ്റ്റനെയും ജാഥ അംഗങ്ങളെയും ഹാരാർപ്പണം നടത്തി. വിവിധ ജില്ലകളിലെ പര്യടനത്തിന് ശേഷം 17-ന് തൃശൂരിൽ ജാഥ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ആലിയ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിന് ശനിയാഴ്ച മുതൽ തുടക്കമാകും. അൽ ആലിയ അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായാണ് സമ്മേളനം സംഘടിപ്പിക്കുന്നത്. P മുജീബ് റഹ്മാൻ, അഡ്വക്കേറ്റ് ഹാരിസ്, ബീരാൻ MP അടക്കമുള്ള പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആലിയ സ്ഥാപനങ്ങളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ അൽ ആലിയ അലുമിനി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം 14-15 തീയതികളിലായി പരവനടുക്കം ആലിയ ക്യാമ്പസിൽ വെച്ച് നടക്കും. 14-ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് 1941 മുതൽ ആലിയയിൽ വിദ്യ പകർന്നു നൽകിയ വ്യത്യസ്ത കാലഘട്ടത്തിലെ പൂർവ്വ അധ്യാപകരുടെ സംഗമം നടക്കും. വൈകുന്നേരം 4 മണിക്ക് സമ്മേളന ഉദ്ഘാടനം ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബ് റഹ്മാൻ നിർവഹിക്കും. സമ്മേളനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച സംസ്ഥാനതല പ്രബന്ധ കവിതാ രചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസും ഉപഹാരവും അക്കാദമിക് മീറ്റിൽ വെച്ച് വിതരണം ചെയ്യും. രാത്രി 9 മണി മുതൽ കൾച്ചറൽ പ്രോഗ്രാമുകൾ നടക്കും. 15-ന് ഞായറാഴ്ച രാവിലെ 9 മണിക്ക് ആലിയ കോളേജ്, വനിതാ കോളേജ്, മദ്രസ പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രതിനിധി സംഗമം സമാന്തരമായി നടക്കും. 11 മണിക്ക് നടക്കുന്ന പ്രൊജക്റ്റ് പ്രഖ്യാപനത്തോടെ സമ്മേളനം സമാപിക്കും. ആലിയ മാനേജിംഗ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ സലാഹുദ്ദീൻ സമാപനം ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ആലിയയുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം ഈ വരുന്ന 14-15 തീയതികളിൽ നടക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 2 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് അവിടെ നടക്കുന്നത്. ശനിയാഴ്ച ഉച്ചക്ക് 2 മണിക്ക് ആലിയയിൽ 85 വർഷമായി വ്യത്യസ്ത കാലഘട്ടത്തിൽ അധ്യാപനം നിർവഹിച്ചിരുന്ന 100ഓളം അധ്യാപകന്മാരുടെ ഒരു ഒത്തുചേരലാണ് ആദ്യത്തെ 2 മണിക്കുള്ള സെക്ഷൻ. ശേഷം 4 മണി മുതൽ 6 മണി വരെ ഉദ്ഘാടന സമ്മേളനമാണ്. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P മുജീബ് റഹ്മാൻ ആണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ആ സെക്ഷനിൽ ആലിയയുടെ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ CP അബിയുർ റഹ്മാൻ സാഹിബ് അധ്യക്ഷത വഹിക്കും. സംഘാടക സമിതി വൈസ് ചെയർമാൻ ബദറുൽ മുനീർ, ആലിയ അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് U അബ്ദുസ്സലാം, ആലിയ അലുമിനി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി TP ഇല്യാസ്, സംഘാടക സമിതി ജനറൽ കൺവീനർ ഷറഫുദ്ദീൻ P, സംഘാടക സമിതി കൺവീനർ CMS കലീലുല്ലാഹ്, സംഘാടക സമിതി കൺവീനർ PK അബ്ദുല്ല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവും BJP അജാനൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ AK സുരേഷിന്റെ നിര്യാണത്തിൽ മാവുങ്കാലിൽ സർവകക്ഷി അനുസ്മരണ യോഗം ചേർന്നു. യോഗത്തിൽ നിരവധി പേർ അനുശോചനം അറിയിച്ചു. BJP കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗവും BJP അജാനൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ AK സുരേഷിന്റെ നിര്യാണത്തിൽ മാവുങ്കാലിൽ സർവകക്ഷി അനുസ്മരണ യോഗം ചേർന്നു. BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകാന്ത് സംസാരിച്ചു. നിസ്വാർത്ഥമായി പ്രവർത്തിച്ച ഒരു പ്രവർത്തകൻ, ഒരു നേതാവ്, ഒരുപാട് സമര പ്രക്ഷോഭ പരിപാടികളിൽ നിർഭയമായിട്ട് പിന്നിൽ നിന്നല്ല മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള ആളാണ്.
യാതൊരു ഭയമില്ല. ഏത് രീതിയിലും പാർട്ടിയെ പ്രതിരോധിക്കാൻ മുൻപന്തിയിൽ നിന്നിട്ടുള്ള ഒരു മാതൃക എന്നും സുരേഷ് കാണിക്കും. BJP കാഞ്ഞങ്ങാട് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് സൌത്ത് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി എ വേലായുധൻ, CPIM ഏരിയ കമ്മിറ്റി അംഗം പ്രഭാകരൻ മൂലക്കണ്ടം, CPI ജില്ലാ കൌൺസിൽ അംഗം ദാമോദരൻ A, കാഞ്ഞങ്ങാട് നഗരസഭാ കൌൺസിലർമാരായ ബൽരാജ് M, അശോക് കുമാർ N, രാഷ്ട്രീയ സ്വയം സേവക സംഘം ബാബു പുല്ലൂർ, BMS ജില്ലാ സെക്രട്ടറി KV ബാബു, ഹിന്ദു ഐക്യവേദി പ്രതിനിധി മോഹനൻ വാഴക്കോട് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. P പത്മനാഭൻ സ്വാഗതവും BJP അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കുമാർ മാവുങ്കൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബീഡി തൊഴിലാളികൾ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയ മിനിമം കൂലി നിശ്ചയിക്കുക, പുതിയ വേജ് കോഡ് ബില്ലിനെ തുടർന്ന് ഇല്ലാതാക്കിയ ബീഡി സിഗാർ നിയമം പുനഃസ്ഥാപിക്കുക, മുഴുവൻ ബീഡി തൊഴിലാളികളെയും PF പദ്ധതിയിൽ ഉൾപ്പെടുത്തുക, കോൺട്രാക്ട് സബ് കോൺട്രാക്ട് സമ്പ്രദായം അവസാനിപ്പിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണയും മാർച്ചും നടത്തിയത്. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. അവർക്ക് ചില പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട്. അത് ഈ രാജ്യത്തിലെ സമ്പന്ന വർഗത്തിന്റെ, മുതലാളി വർഗത്തിന്റെ, പണക്കാരന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 7 ലക്ഷം കോടിയുടെ നികുതി ഇളവുകൾ ഒരു ഘട്ടത്തിൽ തന്നെ വമ്പൻ കുത്തക മുതലാളിമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാമ്പത്തിക സമീപനം സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായി. ഓരോ വർഷം ബജറ്റ് തയ്യാറാക്കുമ്പോഴും ഇന്ത്യയിലെ വികസന നയങ്ങൾക്ക് ശവമഞ്ചമൊരുക്കുകയാണ് ഓരോ ബഡ്ജറ്റുകളും. അതിൽ വ്യത്യസ്തമായി ആ ബഡ്ജറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം കൈയാളുന്നത്, ആ നേട്ടം കൊയ്തെടുക്കുന്നത് വലിയ സമ്പന്ന വർഗമാണ്. അദാനിയായാലും അംബാനിയായാലും ഇതുപോലെയുള്ള കുത്തക കുടുംബങ്ങൾ, കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി അവരുടെ ആസ്തി വർദ്ധിപ്പിക്കാൻ, ലാഭം വർദ്ധിപ്പിക്കാൻ, അവരുടെ മൂലധന ആസ്തി വർദ്ധിപ്പിക്കാനെല്ലാം ഉതകുന്ന രീതിയിലേക്കുള്ള സമ്പന്ന വർഗ താല്പര്യം സംരക്ഷിച്ചുകൊണ്ടുള്ള സംവിധാനമാണ് ഇന്ന് ഇന്ത്യയിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. P ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. DV അമ്പാടി സ്വാഗതം പറഞ്ഞു. KV രാഘവൻ, T കുട്ട്യൻ, V ബാലകൃഷ്ണൻ, P കാര്യമ്പു, P രോഹിണി, PP തങ്കമണി, T ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചണ്ഡീഗഡിലും ഉത്തർപ്രദേശിലും വൈദ്യുതി വിതരണ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി. കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഐക്യദാർഢ്യ സമരം നടന്നു. ചണ്ഡീഗഡിലും ഉത്തർപ്രദേശിലും വൈദ്യുതി വിതരണ മേഖല സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വൈദ്യുതി മേഖലയിലെ ജീവനക്കാർ, ഓഫീസർമാർ, പെൻഷൻകാർ, കരാർ തൊഴിലാളികൾ എന്നിവരുടെ കോർഡിനേഷൻ കമ്മിറ്റിയായ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി. കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ഐക്യദാർഢ്യ സമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. കേവല ഭൂരിപക്ഷവും ശക്തമായ സാഹചര്യത്തിൽ പോലും ഇത്തരത്തിൽ ജനവിരുദ്ധമായ അല്ലെങ്കിൽ ദേശവിരുദ്ധമായി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കപ്പെടാൻ വേണ്ടി കഴിയുന്ന ഈ ഗുരുതരമായിട്ടുള്ള സ്വകാര്യവൽക്കരണ നയം അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യാഘാതം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഇന്ന് എന്തുകൊണ്ടാണ് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇന്ന് നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് അതിന്റെ ഭീകരമായിട്ട് വിലക്കയറ്റം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ തമാശ രൂപയാണെങ്കിലും ബാണം പോലെ വില കയറുമെന്ന് പറഞ്ഞ് ബാണം പോലെ മാത്രമല്ല, ഇന്ന് സൂപ്പർസോണിക് വേഗതയിലാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നത്. കാരണം പെട്രോളിയം മേഖലയിൽ സമ്പൂർണ്ണമായ സ്വകാര്യവൽക്കരണം നടന്നു. കേന്ദ്ര ഗവൺമെന്റ് നിയന്ത്രണത്തിലുണ്ടായിരുന്ന പെട്രോളിയം മേഖല സമ്പൂർണ്ണമായും സ്വകാര്യവൽക്കരിച്ചു, കോർപ്പറേറ്റുകൾക്ക് കൊടുത്തു. KP അശോകൻ അധ്യക്ഷനായി. വിവിധ സംഘടനാ നേതാക്കളായ V ജനാർദ്ദനൻ, OB രമേശ്, സദർ റിയാസ്, M ഭാസ്കരൻ, KP രാമചന്ദ്രൻ, K കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. K ശശിധരൻ സ്വാഗതവും PP ബാബു നന്ദിയും പറഞ്ഞു. TB റോഡ് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിൽ നിരവധി പേർ അണിനിരന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയുടെ മരണം. കേസ് ഇഴഞ്ഞു നീങ്ങിയത് ഉന്നതരുടെ ഇടപെടൽ മൂലമെന്ന് ആരോപണം. KCEU സംസ്ഥാന കൗൺസിൽ ശനിയാഴ്ച നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായി. സമൂഹമാധ്യമങ്ങളിൽ റീച്ച് കിട്ടുവാനായി നടത്തിയ പ്രകടനം കലാശിച്ചത് തീപിടുത്തത്തിലും. മഞ്ചേശ്വരത്തെ യുവാക്കൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. വലിയപറമ്പ് പഞ്ചായത്തിൽ ഒരുക്കിയ സുനാമി മോക്ക് ഡ്രിൽ ശ്രദ്ധേയമായി. മോക്ക് ഡ്രിൽ വീക്ഷിക്കുവാനെത്തിയത് ആയിരങ്ങൾ. AK സുരേഷിന്റെ നിര്യാണത്തിൽ മാവുങ്കാലിൽ സർവകക്ഷി അനുസ്മരണ യോഗം ചേർന്നു. യോഗത്തിൽ നിരവധി പേർ അനുശോചനം അറിയിച്ചു.
ഐക്യ ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കുമ്പളയിൽ ഓട്ടോ തൊഴിലാളികൾ പണിമുടക്കി. പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.